ഈസി ആയിട്ട് നമുക്ക് വടി കറക്കാൻ പഠിക്കാം. നമുക്കിതിന് ഒന്നെങ്കിൽ ഇതുപോലത്തെ ഒരു വടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, അതല്ലെങ്കിൽ PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. ബിഗിനറൊക്കെ ആണെങ്കിൽ ഇതിലിടി കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര പെയിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ PVC പൈപ്പ് ആണെങ്കിൽ കുറേ കൂടി സേഫാണ്. ഓക്കെ, നമുക്ക് മുന്നോട്ടുള്ള, അതായത് ഇങ്ങനെ വടി കറക്കാൻ ആദ്യം നോക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യണത് നോക്കാം. നമ്മൾ റൈറ്റ് ഹാൻഡിൽ വടിയുടെ ഏകദേശം ഒരു മിഡിലായിട്ട് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസ്റ്റാണ് തിരിക്കേണ്ടത്. അതായത് റിസ്റ്റ് ഇങ്ങനെ താഴോട്ട് തിരിക്കുമ്പോൾ, അതായത് നോക്കിക്കോ, ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട്, റിസ്റ്റ് ഇങ്ങനെ താഴോട്ട് തിരിക്കുമ്പോൾ വടി ഈ ഭാഗത്തോട്ട് വരും. സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയിരുന്നു, ഈ വടിയുടെ ഈ ഭാഗം, മേലുള്ള ഭാഗം ഇങ്ങനെ താഴോട്ട് പോയിട്ട് തിരിച്ച് മേലോട്ട് വന്നു. ഇത് സ്റ്റെപ്പ് നമ്പർ 1 ആണ്, ശ്രദ്ധിച്ചോ. ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇത് താഴോട്ട് ഇങ്ങനെ പോയിട്ട് തിരിച്ച് മേലോട്ട് വരും. അപ്പോൾ നമ്മുടെ റിസ്റ്റിൻ്റെ പൊസിഷന് ഇത്ര മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ഉണ്ടായ റിസ്റ്റ് ഇങ്ങനെ ആക്കി. ഓക്കെ, 1 more time. ഇങ്ങനെ പോയി. ഇനി ഈ ഭാഗം താഴോട്ട്, റിസ്റ്റ് നേരെ തിരിച്ച്, നേരത്തെ ഇങ്ങനെ ചെയ്തു, റിസ്റ്റ് അതേപടി നേരത്തെ വന്ന പോലെ തന്നെ ഫസ്റ്റ് ഇങ്ങനെ ചെയ്തു, പടി ഈ ഭാഗത്ത് സ്റ്റോപ്പ് ചെയ്തു. നൗ തിരിച്ചിട്ടാണ് കേട്ടോ, അതേ പൊസിഷനിലോട്ട് എത്തി. അഗെയിൻ റിസ്റ്റ് ഇങ്ങനെ തിരിച്ചു, വടി ഈ ഭാഗം താഴോട്ട് പോയിട്ട് മേലോട്ട് വന്നു. ഇനി സെയിം തിങ്, ഈ റിസ്റ്റ് നേരെ ഇങ്ങോട്ട് താഴോട്ടാണ്, ആദ്യം ഈ സൈഡിലോട്ടും പിന്നെ ഈ സൈഡിലോട്ടും. ഓക്കെ, തിരിച്ചിങ്ങനെ. അപ്പോൾ ഒരു റൗണ്ടായി. അതായത് സ്റ്റെപ്പ് നമ്പർ 1 ഇങ്ങനെ ആയിരുന്നു. നൗ സ്റ്റെപ്പ് നമ്പർ 2, ഈ വടിയുടെ ഈ മേലുള്ള ഭാഗം തിരിച്ചിട്ട്, ദിസ് ഇസ് സ്റ്റെപ്പ് നമ്പർ 2. ഇത് ടോട്ടൽ ഒരു റെപ്പിറ്റേഷനാണ്. ഇങ്ങനെ പോയി തിരിച്ച് ഇതുപോലെ വന്നു. മാക്സിമം നമ്മൾ റിസ്റ്റ് ഇങ്ങനെ കറക്കി എടുക്കണം കേട്ടോ. കൈ മൊത്തത്തിൽ ഇങ്ങനെ തിരിക്കേണ്ടതല്ല, കൈ ഇങ്ങനെ പിടിച്ച് തിരിക്കേണ്ടതല്ല, അതിന് പകരം കൈയുടെ റിസ്റ്റ് ഇങ്ങനെ തിരിക്കണം. 1 and 2, 1 and 2, 1 2 1 2 1 2 ലൈക്ക് ദിസ്. ഇനി ഈ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൈ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചെയ്യരുത്, ഫേസിലോട്ട് അടി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മളിത് പിടിച്ചിട്ട് ബോഡിക്ക് അടുത്തായിട്ട്, അതായത് ബോഡിയുടെ അടുത്തായിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഈ ഭാഗം മേലോട്ടെത്തി, നൗ തിരിച്ച് 1 then 2, 1 2 1 2 1 2 ലൈക്ക് ദിസ്. പിന്നെ നമുക്ക് ഫ്ലോ ആവും. ഇത് മൈൻഡിൽ സെറ്റാവുന്ന സമയം വരെ നമ്മളൊരു 100 പ്രാവശ്യമെങ്കിലും ഇത് സ്ലോ ആയിട്ട് ചെയ്യാം. പിന്നെ ഇത് ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് സ്ലോ ആയിട്ട് ഇങ്ങനെ സ്പീഡ് കൂട്ടിക്കൊണ്ട് പോവാം. ഗ്രാജുവലി സ്പീഡ് കയറ്റിക്കൊണ്ട് പോയാൽ മതി. ഇത് ശരിയായെന്ന് തോന്നിയാൽ, റൈറ്റ് ഹാൻഡിൽ ശരിയായെന്ന് തോന്നിക്കഴിഞ്ഞാൽ സെയിം തിങ് നമ്മൾ ലെഫ്റ്റിലാണ് തുടങ്ങുന്നത്. റിസ്റ്റ് ആദ്യം ഇങ്ങനെ കൊണ്ടുപോകും, ദെൻ തിരിച്ച്. ഇത്ര മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. റിസ്റ്റ് ഇതുപോലെ കറക്കി തിരിച്ച് ഇതുപോലെ കറക്കി, ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചോ. റിസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി ബോഡിക്ക് അടുത്തായിട്ട് തന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി താഴോട്ട് 2, 1 and 2. 1 more time. ശ്രദ്ധിച്ചോ. ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ താഴോട്ട്, റിസ്റ്റ് ഈ സൈഡിലോട്ട് വടി ഇങ്ങനെ കറങ്ങി ഇതിൻ്റെ ഭാഗം മേലോട്ടെത്തി. ഇനി ഈ മേലോട്ടുള്ള ഭാഗം താഴോട്ട് ഇങ്ങനെ വന്നിട്ട് തിരിച്ച് അതേ പൊസിഷനിലോട്ടെത്തി. തുടങ്ങിയ പോലെ തന്നെ 1 stop here, now 2 stop here, 1 like this, slow ആയിട്ട്. നൗ റിസ്റ്റ് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് 2 like this, 1 and 2, 1 2. സ്ലോ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് 1 2 1 2 1 2 1 2 ലൈക്ക് ദിസ്. നല്ല സ്പീഡ് കയറ്റിക്കൊണ്ട് പോകാം. ഇത് സെറ്റായെന്ന് തോന്നിയാൽ, റൈറ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലും സെറ്റായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ചേഞ്ചസ് ചെയ്യണം. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. 1 2 1 2 1 2. ഈ ചേഞ്ചസിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. റൈറ്റ് ഹാൻഡിൽ ഇതൊക്കെ, ഈ 2 സാധനം കിട്ടിയതിന് ശേഷം മാത്രം ഈ 3ാമത്തെ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാം. റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, 1 നമുക്ക് കിട്ടി. ഇനി ഈ 2, അതായത് ഈ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡിൽ കൈ വടി വാങ്ങിക്കാം. ദെൻ ഈ പൊസിഷനിലോട്ടെത്തി, ഇത് താഴോട്ട് കറക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് തിരിച്ച് വാങ്ങിച്ചു. ഇങ്ങനെ ഈ പൊസിഷനിലോട്ടെത്തി, ഫസ്റ്റ് പഠിച്ചതാണിത്. ഇതിങ്ങനെ കറങ്ങുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ വാങ്ങിക്കാം. അഗെയിൻ ഇങ്ങനെ കറങ്ങുമ്പോൾ റൈറ്റ് ഹാൻഡിൽ വാങ്ങിച്ചു. ഇത് പൊങ്ങി ദെൻ താഴോട്ട് പോകുമ്പോൾ ഈ കൈ കൊണ്ട് വാങ്ങിക്കാം. 1 2 പൊങ്ങി ദെൻ ഡൗൺ ആകുന്ന സമയത്ത് താഴെ മറ്റേ കയ്യിൽ വാങ്ങിച്ചാൽ മതി. ഓക്കെ, ലൈക്ക് ദിസ്.
കറങ്ങി വന്നു, തിരിച്ച് പോകുന്ന സമയത്ത് നമുക്ക് മറ്റേ കൈ കൊണ്ട് എടുക്കാം. 1, റിവേഴ്സ് പോകുമ്പോൾ ഈ കയ്യിൽ വാങ്ങിച്ചു. ദെൻ 1, പൊങ്ങി വരുന്ന സമയത്ത് ഈ കൈ കൊണ്ടെടുത്തു. റിസ്റ്റ് പക്ക ഇങ്ങനെ തിരിയണം കേട്ടോ. 1, now 2, 1, 2, ലൈക്ക് ലിറ്റിൽ സ്പീഡ്. നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടാം. ഇത് സെറ്റായി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി സ്പീഡ് കൂട്ടാം. പിന്നെ സ്ലോ ആയിട്ട് കയറ്റി കൊണ്ടുപോകാം. ലൈക്ക് ദിസ്. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. റൈറ്റ് ഹാൻഡിൽ ഹോൾഡ് ആയിരുന്നു ഫസ്റ്റ് പഠിച്ച ടെക്നിക്ക്. ഇത് താഴോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ വാങ്ങിക്കാം. ദെൻ അഗെയിൻ ഇത് തിരിച്ചു വന്ന് താഴോട്ട് പോകുമ്പോൾ റൈറ്റ് ഹാൻഡിൽ വാങ്ങിച്ചു. ദെൻ അഗെയിൻ ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ്, റൈറ്റ്. അതായത് കറക്റ്റ് പറഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങിയിട്ട് ഒരു റൗണ്ട് ആ സ്റ്റെപ്പ് നമ്പർ 1 കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് നമ്പർ 2 പോകുന്ന സമയത്ത് നമ്മൾ ഈ ഹാൻഡ് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അഗെയിൻ സ്റ്റെപ്പ് നമ്പർ 1 ഫിനിഷായി സ്റ്റെപ്പ് നമ്പർ 2 പോകുമ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് വാങ്ങിച്ചു. അപ്പോൾ 3 ടെക്നിക്സാണ് നമ്മൾ നോക്കിയത്. ആദ്യം ഇത് മാത്രം റൈറ്റ് ഹാൻഡിൽ മാത്രം എങ്ങനെ കറക്കുക എന്നുള്ളത്. നൗ അത് സെറ്റായി തോന്നിയപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ എങ്ങനെ കറക്കുക എന്നുള്ളത് നോക്കി. ഇനി മൂന്നാമത്തെ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള 2 കൈ കൊണ്ടും ചെയ്യുന്ന സംഭവം പ്രാക്ടീസ് ചെയ്തു. ഇതേപോലെ തന്നെ നമുക്കിതിൻ്റെ റിവേഴ്സും ഉണ്ട്. ഇങ്ങനെയാണ് റിവേഴ്സ് വരുന്നത്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തത് ഫോർവേഡാണ്. ഇത് നേരെ റിവേഴ്സ്. ഇതിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇത് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ കൈക്കൊക്കെ നല്ല എക്സർസൈസാണ്. പിന്നെ മൈൻഡും ഒന്ന് റിലാക്സ് ആവും. ഇതിനാകെ വേണ്ടത് ഒരു വടി അല്ലെങ്കിൽ PVC പൈപ്പാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.